ദൈവനാമത്തിന് മഹത്വം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ആ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയല്ല, പ്രാണൻ്റെ രക്ഷയാണ് എന്ന്. അവർ യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നൊക്കെയും തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈറ്റുനോവിൻ്റെ ആരംഭത്തിലെ കഷ്ടവും അവസാനത്തെ കഷ്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. കാരണം ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമാണ് ഈറ്റുനോവിൻ്റെ അന്ത്യത്തിൽ, മഹോപദ്രവത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് മറ്റൊരു ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഉപദ്രവകാലം അല്ലെങ്കിൽ പീഡനകാലത്തിൻ്റെ അന്ത്യവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും ഈറ്റുനോവിൻ്റെ അന്ത്യവും അല്ലെങ്കിൽ ഉപദ്രവകാലത്തിൻ്റെ അന്ത്യവും. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങളാണ് ഇന്ന് പ്രാരംഭമായിട്ട് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ഒലിവ് മലയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ് ഭാവിയിൽ 1000 വിശുദ്ധന്മാരുമായിട്ട് ഒലിവ് മലയിലേക്കാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. ആ ഒലിവ് മലയിൽ തന്നെയാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ കരേറി പോയത്. എന്നാൽ ആ ഒലിവ് മലയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ അടുത്ത ആഗമനത്തെക്കുറിച്ച്, തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കർത്താവ് വളരെ വിശദമായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, ഉപദ്രവകാലത്തിൻ്റെ അന്ത്യം, അതോട് അനുബന്ധിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഈ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെയാണ് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുവാനായി പോകുന്നത്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ യേശുക്രിസ്തു വീണ്ടും വരും. കിഴക്കുണ്ടാകുന്ന മിന്നൽ പിണർ പടിഞ്ഞാറ് ദൃശ്യമാകുന്നു. കിഴക്കുണ്ടാകുന്ന മിന്നൽ പിണർ പടിഞ്ഞാറ് വരെ ദൃശ്യമാകുന്നത് പോലെ, അതുപോലെ തന്നെ സകലർക്കും ദൃശ്യമാകത്തക്ക നിലയിലാണ് കർത്താവ് വെളിപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെയൊരു പ്രസ്താവന, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെയാണ് മനുഷ്യപുത്രൻ മടങ്ങി വരുന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ ആ പ്രസ്താവനയ്ക്കൊരു കാരണമുണ്ട്. അതിൻ്റെ തൊട്ട് പിറകിലുള്ള ചില വാക്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മത്തായി 24-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യവും 26-ാമത്തെ വാക്യവും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 23-ാമത്തെ വാക്യവും 26-ാമത്തെ വാക്യവും. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. തൻ്റെ ശിഷ്യഗണത്തോട്, അല്ലെങ്കിൽ ആത്മീക ഇസ്രായേലിനോട് കർത്താവ് പറയുകയാണ്, അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. 26-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പോൾ ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അവൻ മരുഭൂമിയിൽ പ്രത്യക്ഷനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. അവൻ അറകളിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാരണം സകലർക്കും ദൃശ്യമാകത്തക്ക നിലയിൽ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ സകലർക്കും ദൃശ്യമാകത്തക്ക നിലയിലാണ് ക്രിസ്തു
വെളിപ്പെടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ക്രിസ്തു മരുഭൂമിയിൽ അറകളിരുന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമില്ല, വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ മടങ്ങി വരവെന്നുള്ളത് സകലർക്കും ദൃശ്യമാകത്തക്ക നിലയിൽ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ, ആ മിന്നൽ പിണർ എല്ലാവർക്കും ദൃശ്യമാകുന്നത് പോലെയാണ് ഞാൻ മടങ്ങി വരാനായി പോകുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഊവ് ആമേൻ. അപ്പോൾ ഏത് കണ്ണും, എല്ലാ കണ്ണും, എല്ലാ കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അത് കാണും. അപ്പോൾ സകലർക്കും ദൃശ്യമാകത്തക്ക നിലയിൽ, സകലരും കാണത്തക്ക നിലയിൽ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങുമ്പോൾ ആ മിന്നൽ പിണർ എല്ലാവർക്കും ദൃശ്യമാകുന്നത് പോലെ സകലർക്കും ദൃശ്യമാകത്തക്ക നിലയിലാണ് ക്രിസ്തു മടങ്ങി വരാനായിട്ട് പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ 2 ജ്യോതിർഗോളങ്ങളെ പ്രതിരൂപമായിട്ട് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. 1 ഉദയനക്ഷത്രം, 2 നീതിസൂര്യൻ. ഈ 2 ജ്യോതിർഗോളങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ഉപമകളായിട്ട് അല്ലെങ്കിൽ പ്രതിരൂപമായിട്ട് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന 2 വിഷയങ്ങളാണ്. ഉദയനക്ഷത്രം നമ്മളത് വായിക്കുന്നു 2 പത്രോസ് 1-ാം അധ്യായം 19-ാം വാക്യത്തിലും വെളിപ്പാട് 22-16 ഉദയനക്ഷത്രം എന്ന പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. 2 പത്രോസ് 1-19 ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പരിഭാഷയിൽ പോരായ്മകളുണ്ട് എന്ന് പല വേദപഠിതാക്കളും അവകാശപ്പെടുന്നുണ്ട്. പല വ്യത്യസ്ത പരിഭാഷകളും, ആക്ഷരിക പരിഭാഷയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ്: പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുന്ന കാര്യമല്ല, നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രവാചക വാക്യത്തെ കരുതിക്കൊള്ളണം എന്നതാണ് ആ വാക്യത്തിൻ്റെ ആശയം. അപ്പോൾ നേരം വെളുക്കുന്നത് വരെ, ഉദയനക്ഷത്രം ഉദിക്കുന്നത് വരെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവാചക വാക്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. അപ്പോൾ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ ഉദയനക്ഷത്രത്തിൻ്റെ ഉദയത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പ്രതിരൂപമായി പറഞ്ഞിരിക്കുന്നത്. ഇനി നീതി സൂര്യൻ എന്ന് പറയുന്ന മറ്റൊരു പ്രതിരൂപം, മറ്റൊരു ജ്യോതിർഗോളത്തെ, സൂര്യൻ എന്ന ഗോളത്തെ പ്രതിരൂപമായിട്ട് ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. നമ്മളത് വായിക്കുന്നത് മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലാണ്. മലാക്കി പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, മലാക്കി പ്രവാചകൻ്റെ വാക്കുകളാണ്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. അപ്പോൾ ഇസ്രായേലിന് കർത്താവ് വെളിപ്പെടാൻ പോകുന്നത് നീതി സൂര്യനായിട്ടാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഉദയനക്ഷത്രമായി ഉദിക്കുന്ന കർത്താവ് ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ തൻ്റെ വരവിനെ സൂര്യനോട് ഓമിച്ചിരിക്കുകയാണ്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. എന്തിനാണ് ഈ 2 ജ്യോതിർഗോളങ്ങളെ പ്രതിരൂപമായി പറഞ്ഞിരിക്കുന്നത്? പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഉദയനക്ഷത്രം ഉദിച്ച് 7 നാഴികയ്ക്ക് ശേഷമാണ് സൂര്യൻ ഉദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉദയനക്ഷത്രം ഉദിച്ച് 7 നാഴിക കഴിഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ 2 പതനങ്ങളെ ദൈവസഭയ്ക്ക് വേണ്ടി ഉദയനക്ഷത്രമായി ഉദിക്കുന്നതും 7 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ജാതിക്ക് വേണ്ടി നീതി സൂര്യനായി വെളിപ്പെടുന്ന ആ വെളിപ്പെടലും, ഈ 2 പതനങ്ങളെയും വ്യക്തമാക്കുവാനാണ് ഈ 2 ജ്യോതിർഗോളങ്ങളെ പ്രതിരൂപമായിട്ട് തിരുവെടുത്ത് പറയുന്നത്.
ആ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് കിഴക്ക് ദിക്കിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഉദയനക്ഷത്രമായിക്കൊള്ളട്ടെ സൂര്യനായിക്കൊള്ളട്ടെ എല്ലാം ഉദിക്കുന്നത് കിഴക്ക് നിന്നാണ്, നമ്മുടെ മാനുഷികമായിരിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ കിഴക്ക് ദിക്കിന് വലിയ പ്രത്യേകതയുള്ളതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൻ്റെ പ്രവേശന കവാടം കിഴക്കായിരുന്നു എന്ന് ഉൽപ്പത്തി 3:24 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൻ്റെ പ്രവേശന കവാടം കിഴക്കായിരുന്നു. അതുപോലെ യഹൂദ ഗോത്രത്തിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ മശിഹായിയുടെ ഗോത്രത്തിൻ്റെ സ്ഥാനം സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിരുന്നു. അത് സംഖ്യാപുസ്തകം 2:3 നമ്മൾ വായിക്കുന്നു. ഏദൻ തോട്ടത്തിൻ്റെ പ്രവേശന കവാടം കിഴക്കായിരുന്നു. യഹൂദ ഗോത്രത്തിൻ്റെ, മശിഹായുടെ ഗോത്രത്തിൻ്റെ സ്ഥാനം സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ്. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ കിഴക്ക് വശത്താണ്. യെരുശലേം ദൈവാലയത്തിൻ്റെ വാതിൽ, വിശേഷാൽ സഹസ്രാബ്ദ ദൈവാലയത്തോടുള്ള ബന്ധത്തിലൊക്കെ രേഖപ്പെടുത്തുമ്പോൾ എസെക്കിയേൽ 43:1-2, 44:1-2 വാക്യങ്ങളിലൊക്കെ ഈ യെരുശലേം ദൈവാലയത്തിൻ്റെ വാതിലും കിഴക്ക് ഭാഗത്താണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. അവൻ്റെ മഹത്വ പ്രത്യക്ഷതയും മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെടുന്നത് പോലെ ആയിരിക്കും. ഇനി അതോട് ചേർത്ത് തൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് മറ്റൊരു പ്രസ്താവന, അതായത് പരസ്പര ബന്ധമില്ലാത്തതുപോലെ നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു പ്രസ്താവന, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് പറഞ്ഞിട്ട് ആ വരവിനോട് ചേർത്ത് വൈരുദ്ധ്യമുണ്ടല്ലെങ്കിൽ വിരുദ്ധമെന്ന് തോന്നിയേക്കാവുന്ന മറ്റൊരു പ്രസ്താവന നമ്മൾ കാണുകയാണ്. ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടും. എന്താണ് ആ വാക്കിൻ്റെ ആശയം? ആശയം വളരെ വ്യക്തമാണ്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മഹത്വപ്രത്യക്ഷതയോടനുബന്ധിച്ച് അതിദാരുണവും രക്തരൂക്ഷിതവുമായ ഒരു വലിയ ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് തിരുവെഴുത്ത് തെളിവായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ മഹത്വ പ്രത്യക്ഷതയോടനുബന്ധിച്ച് അതിനനുബന്ധമായി ഒരു വലിയ യുദ്ധം, അതിദാരുണവും രക്തരൂക്ഷിതവും, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ലോകം ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു വലിയ യുദ്ധം, ഒരു ലോകമഹായുദ്ധം നടക്കുമെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അത് നമുക്ക് എങ്ങനെ തിരുവെഴുത്തിൽ നിന്ന് സമർത്ഥിക്കുവാനായിട്ട് സാധിക്കും? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. വെളിപ്പാട് 20:17-18. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്നുവാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. 21-ാമത്തെ വാക്യം, അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ യുദ്ധം ഈ ഭൂമിയിൽ നടക്കും. അതിരൂക്ഷമായിരിക്കുന്ന, രക്തരൂക്ഷിതമായിരിക്കുന്ന, അതിദാരുണമായിരിക്കുന്ന, ലോകം ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികൾക്കും മാംസമായി ഈ ലോകത്തിലെ സൈന്യങ്ങൾ തീരുന്ന ഒരു സമയം. വെളിപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വെളിപ്പാട് 20:9. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെടാത്തതായിരിക്കുന്ന ആളുകൾ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് ആകാശമധ്യേ പറക്കുന്ന പക്ഷികൾക്ക് ഭക്ഷണമായി തീരും. അതാണ് ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടും. ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ഒരു വിശദീകരണമാണ്, ഒരു വിവരണമാണ്, ഒരു പ്രസ്താവനയാണ് ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്നുള്ളത്.
അത് ഹർമഗദോൻ യുദ്ധം. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, ഹർമഗദോൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുവാനാണ് ക്രിസ്തു മടങ്ങി വരുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ അതിരൂക്ഷമായിരിക്കുന്ന, രക്തരൂക്ഷിതമായിരിക്കുന്ന, ദാരുണമായിരിക്കുന്ന ഒരു യുദ്ധം നടക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമെന്ന് പറയുമ്പോൾ ആ യുദ്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമായിട്ടുണ്ട്. ശവമുള്ളടുത്ത് കഴുകൽ കൂടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇനിയും ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന 3 യുദ്ധങ്ങളെക്കുറിച്ച് തിരുവെടുത്ത് വളരെ തെളിവായിട്ട് പറയുന്നുണ്ട്. ഇനിയും അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന 3 യുദ്ധങ്ങളെക്കുറിച്ച്. അതിൽ ഒരു ലോകമഹായുദ്ധം ആയിത്തീരുന്നത് ഹർമഗദോൻ യുദ്ധം മാത്രമാണ്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന 3 യുദ്ധങ്ങൾ തിരുവെടുത്ത് വളരെ തെളിവായിട്ട് പറയുന്നു. ആ 3 യുദ്ധങ്ങളിൽ ഒരു ലോകമഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹർമഗദോൻ യുദ്ധമാണ്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഈ 3 യുദ്ധങ്ങളുടെയും അന്ത്യം തീർത്തും അമാനുഷികമാണ്, പ്രകൃത്യാതീതമാണ് എന്ന് തിരുവെടുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ യുദ്ധം റഷ്യയുടെ ഇസ്രായേൽ ആക്രമണമാണ്. ഇനിയും അനധിവിദൂര ഭാവിയിൽ, ഇന്ന് റഷ്യ ഉക്രൈൻ ആക്രമണത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വാർത്തകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പറയട്ടെ, അനധിവിദൂര ഭാവിയിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തിരുവെടുത്ത് വളരെ തെളിവായിട്ട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. റഷ്യയുടെ ഇസ്രായേൽ ആക്രമണമാണ് ഹർമഗദോൻ യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ഈ റഷ്യയുടെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള 2 അധ്യായങ്ങളാണ് എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ. എഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ പരിശോധിച്ചാൽ ഈ 2 അധ്യായങ്ങളിലും റഷ്യയുടെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുദ്ധം എപ്പോഴാണ് നടക്കുന്നത്? റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്ന എപ്പോഴാണ്? ആക്രമണത്തിൻ്റെ സമയം എപ്പോഴാണ്? അത് ഞാനിങ്ങനെ പറയാം, മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയിൽ. ദൈവസഭ ഭാവിയിൽ 3 യുദ്ധങ്ങൾ ഇനിയും നടക്കുമെന്ന് പറയുമ്പോൾ ഇത് 3ഉം ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം സംഭവിക്കുമെന്നായിട്ടാണ് തിരുവെടുത്ത് പറയുന്നത്. അപ്പോൾ റഷ്യയുടെ ഇസ്രായേൽ ആക്രമണം അത് മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിച്ചാൽ, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും, കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികൾ ഉള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈ നീട്ടേണ്ടതിന് ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈരമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. ഇസ്രായേൽ മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും പാർക്കുന്ന സമയത്താണ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്ന് ഈ അധ്യായം സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഭാവിയിൽ നടക്കുവാൻ പോകുന്ന 3 യുദ്ധങ്ങളിൽ ആദ്യത്തേത്. ഇനി മറ്റൊരു യുദ്ധം, ഭാവിയിൽ നടക്കാൻ പോകുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും അവസാനം നടക്കാൻ പോകുന്നത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. ഗോഗ് മാഗോഗ് യുദ്ധം അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. 7-ാം വാക്യവും 8-ാം വാക്യവും ഞാൻ വായിക്കുന്നു. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും. അപ്പോൾ ദ ഫൈനൽ കോൺഫ്ലിക്റ്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ അവസാനത്തെ കോൺഫ്ലിക്റ്റ്, അവസാനത്തെ സംഘടന, അവസാനത്തെ യുദ്ധം എന്ന് പറയുന്ന യുദ്ധമാണ് ഗോഗ് മാഗോഗ് യുദ്ധം. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിട്ടനന്തരം അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും. അപ്പോൾ ഇത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപാണ്. അപ്പോൾ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന യുദ്ധങ്ങളിൽ ആദ്യത്തേത്, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 3 യുദ്ധങ്ങളിൽ ആദ്യത്തേത്
റഷ്യയുടെ ഇസ്രായേൽ ആക്രമണമാണ്. അത് മഹാപീഡനത്തിൻ്റെ ആദ്യ പകുതിയിൽ സംഭവിക്കുന്നു. അവസാനത്തെ യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധമാണ്. അത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷമാണ്. എന്നാൽ ഈ രണ്ട് യുദ്ധങ്ങൾക്കും ഇടയിൽ നടക്കുവാൻ പോകുന്ന ലോകമഹായുദ്ധമായി മാറുന്ന ഒരു യുദ്ധമെന്ന് പറയുന്നത് അത് ഹർമഗദോൻ യുദ്ധമാണ്. ഹർമഗദോൻ യുദ്ധം മുൻപ് പ്രതിപാദിച്ചതായിരിക്കുന്ന ഈ രണ്ട് യുദ്ധങ്ങൾക്കും ഇടയിലായിട്ട് നടക്കുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം. അത് മാത്രമാണ് ലോക മഹായുദ്ധമായി തീരുന്നത്. മഹോപദ്രവത്തിൻ്റെ അന്ത്യത്തോടു കൂടെ ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് തൊട്ട് മുൻപായിട്ട്, അല്ലെങ്കിൽ ഈ യുദ്ധം ആരംഭിച്ച് ആ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുവാൻ, ഹർമഗദോൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുവാനാണ് ക്രിസ്തു ഇറങ്ങി വരുന്നത്. അവൻ മേഘാരൂഢനായിട്ട് സ്വർഗത്തിലെ സകല സൈന്യവുമായിട്ട് അവൻ ഇറങ്ങി വരുന്നു. വെള്ളക്കുതിരപ്പുറത്ത് സ്വർഗീയ സൈന്യം അവനെ അനുഗമിക്കുന്നു എന്ന് വെളിപ്പാട് 20 നമ്മൾ വായിക്കുന്നുണ്ട്. ആ യുദ്ധത്തിന് അന്ത്യം കുറിക്കുവാനാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. നമുക്ക് ആ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചാണ് അല്പം വിശദമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആവശ്യമുള്ളത്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വിശദീകരണം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. 14-ാം വാക്യം. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അതിൻ്റെ 16-ാമത്തെ വാക്യം. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഹർമഗദോൻ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന രംഗമാണ് ഇവിടെ ഈ ഭാഗത്ത് അപ്പോസ്തലനായ യോഹന്നാൻ ദർശിച്ച് രേഖപ്പെടുത്തുന്നത്. ആറാമത്തെ കലശം ദൂതൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിക്കുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോവുകയാണ്. തുടർന്ന് മഹാസർപ്പത്തിൻ്റെ സാത്താൻ്റെ വായിൽ നിന്ന്, എതിർ ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന് തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുകയാണ്. ഇവ പുറപ്പെട്ട് സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുകയാണ്. തുടർന്ന് ഈ ഭൂതാത്മാക്കൾ ഈ രാജാക്കന്മാരെ മുഴുവനും എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർക്കുകയാണ്. എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഹർമഗദോൻ എന്ന് പറയുന്ന പ്രദേശം യെരുശലേമിൽ നിന്ന് 80 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഇസാഖാർ ഗോത്രപ്രദേശത്തെ ഒരു താഴ്വരയാണ് ഈ ഹർമഗദോൻ. മെഗീദോ എന്ന് പറയുന്നത്. ഹാർ എന്ന് പറഞ്ഞാൽ കുന്ന് അല്ലെങ്കിൽ മല എന്നാണ്. മെഗീദോ എന്ന് പറഞ്ഞാൽ പടനിലമെന്നും തകർക്കുക എന്നും ആശയമുണ്ട്. ഹർമഗീദോ എന്നാണ് നമുക്ക് തിരുവഴുത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെരുശലേമിൽ നിന്നും 80 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ട്, യെരുശലേമിൽ നിന്ന് 80 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്, വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ഹർമഗദോൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സ്ഥാനം. ഇസാഖാർ ഗോത്ര താഴ്വര. ഈ ഹർമഗദോന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ രക്തരൂക്ഷിതമായ ഒരുപാട് യുദ്ധങ്ങൾ, ദാരുണമായിരിക്കുന്ന ഒരുപാട് മരണങ്ങൾ സംഭവിച്ച ഒരു താഴ്വരയാണ്, ഒരു സ്ഥലമാണ് ഹർമഗദോൻ. ബൈബിൾ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ദാരുണമായിരിക്കുന്ന ഒരുപാട് യുദ്ധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ദെബോറയും ബാരാക്കും കൂടെ കനാന്യ രാജാവായ യാബീൻ്റെ സേനാപതി സീസറയെ തോൽപ്പിക്കുന്നത് ഇവിടെ വെച്ചാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിച്ചത് മനസ്സിലാകും. അതുപോലെ ശൗൽ രാജാവ് ആത്മഹത്യ ചെയ്യുന്നത് മെഗിദോയിൽ വെച്ചാണ്. 1 ശമൂവേൽ 31-ാം അധ്യായം പഠിക്കുക. ഗിദയോൻ മിദ്യാന്യരെ പരാജയപ്പെടുത്തിയത് മെഗിദോയിൽ വെച്ചാണ്. ന്യായാധിപന്മാർ 7-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യഹൂദ രാജാവായ അഹസ്യാവ് യേഹുവിനാൽ കൊല്ലപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. 2 രാജാക്കന്മാർ 9:27. യഹൂദയിൽ അത്രയും വലിയ ആത്മീക നവീകരണത്തിന് കാരണഭൂതനായി തീർന്ന, ദൈവം അതിനായിട്ട് ഉപയോഗിച്ച യോശിയ രാജാവ് ഫറവോൻ നെഖോ ആയാൽ കൊല്ലപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. 2 രാജാക്കന്മാർ 35-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഭൂരാജാക്കന്മാർ കൊല്ലപ്പെടുവാനായിട്ട്, ഭൂരാജാക്കന്മാർ അതിദാരുണമായി കൊല്ലപ്പെടുവാനായിട്ട് ദൈവം മുന്നമേ നിയമിച്ച സ്ഥാനമാണ്
ഹർമഗദോൻ എന്ന് പറയുന്നത്. യെരുശലേമിന് 80 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഇസ്സാഖാർ ഗോത്രപ്രദേശത്ത് ഈ താഴ്വര എന്ന് പറയുന്നത് ഭൂരാജാക്കന്മാരായ ആളുകൾ കൊല്ലപ്പെടുവാൻ, ദാരുണമായി കൊല്ലപ്പെടുവാൻ ദൈവം മുന്നമേ നിശ്ചയിച്ച ഒരു സ്ഥാനമാണ്. ഈ പ്രദേശത്തേക്കാണ്, ഈ സ്ഥാനത്തേക്കാണ് എതിർ ക്രിസ്തുവിൻ്റെ വായിൽ നിന്നും, സാത്താൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ ലോകരാജാക്കന്മാരെ ഒന്നിച്ച് കൂട്ടിവരുത്തുവാനായിട്ട് പോകുന്നത്. അവിടെ ഒരു അന്തിമ യുദ്ധത്തിന് കളമൊരുങ്ങുകയാണ്. ഈ യുദ്ധത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ചില യാഥാർത്ഥ്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നന്മയ്ക്കായിട്ട്, നമ്മുടെ ആത്മീക വർധനയ്ക്കായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളിൽ ആ യുദ്ധത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച്, ആ യുദ്ധം എങ്ങനെയെല്ലാമായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഓർക്കുക, യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന് ന്യായമായ കാരണങ്ങളുണ്ട്, സ്വർഗീയമായിരിക്കുന്ന കാരണങ്ങളുണ്ട്, മാനുഷികമായ കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ സാത്താന്യമായിരിക്കുന്ന കാരണങ്ങളുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മറക്കാതെ കാണുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.